ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ ഏറ്റുമുട്ടൽ 4 ഭീകരരെ വധിച്ച സുരക്ഷാ സേന എന്നുള്ളതാണ്. ബൽറാം നെടുങ്ങാടി ആ വാർത്തയുടെ ചേർന്നു. ബൽറാം, ഒരു ഭീകരനെ നേരത്തെ വധിച്ചിരുന്നു, 3 ഭീകരരെ സൈന്യം വളഞ്ഞിരുന്നു. എന്തായാലും 4 ഭീകരരെ കൂടി എലിമിനേറ്റ് ചെയ്യുകയാണോ സേന? ഇനി അറിയാനുള്ളത് അത് പഹൽഗാവുമായി ഏത് രീതിയിൽ ബന്ധമുള്ള ഭീകരരാണ്, ഇനി ഹാഷിം മൂസ അടക്കമുള്ളവർ തന്നെയാണോ അത് എന്നതാണ് അതിൽ വ്യക്തത വരേണ്ടത്. ബൽറാം, ഇക്കാര്യത്തിൽ തന്നെയാണ് ഏറ്റവും നിർണായകമായ വിഷയം. പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 ഭീകരവാദികളാണോ ഇത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ആവശ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ സേന അത്തരത്തിലുള്ള യാതൊരു വിശദീകരണവും നൽകുന്നില്ല. എന്നാൽ ജമ്മുകശ്മീർ പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ആ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുള്ള ഭീകരവാദികളാണ് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇത്തരത്തിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷോപ്പിയാൻ മേഖലയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഇന്ന് സുരക്ഷാ സേന തെരച്ചിൽ ആരംഭിച്ചതും തുടർന്ന് ഏറ്റുമുട്ടൽ ഉണ്ടായതും. 4 ഭീകരവാദികൾ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് എന്നായിരുന്നു വിവരം. അതിൽ ഒരു ഭീകരവാദിയെ ആദ്യഘട്ടത്തിൽ തന്നെ വധിക്കാൻ കഴിഞ്ഞു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് മറ്റ് 2 പേരെ കൂടി വധിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ട 3 പേരിൽ 2 പേർ പാക് ഭീകരവാദികളാണ് എന്നും ലഷ്കർ ഇ തൊയ്ബ ബന്ധമുള്ളവരാണ് എന്നുമാണ് ജമ്മുകശ്മീർ പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. മറ്റൊരാൾ പ്രദേശവാസിയായ ഭീകരവാദിയാണ് എന്നുമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം.